ആകാശവാണി കോഴിക്കോട്. യുവവാണി. ഇന്നത്തെ യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഐശ്വര്യയാണ്. ഇന്ന് യുവവാണിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരു അതിഥിയുണ്ട്. അതിഥി ആരാണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വരികൾ നിങ്ങൾക്ക് വായിച്ചു തരാം. ജീവിതത്തോട് നാം ചേർത്ത് നിർത്തിയ എല്ലാ പ്രണയങ്ങളും സത്യമാവണമെന്നില്ല. അഭിനയിച്ചു മതിയായി ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ അത് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാറുണ്ട്. അതെ, സ്നേഹം ചിലപ്പോഴൊക്കെ ഒരു നുണയാണ്. ആവർത്തിച്ചു കേൾക്കാൻ നാം ഇഷ്ടപ്പെടുന്ന ഭംഗിയുള്ള ഒരു വലിയ നുണ. നനയുവാൻ ഞാൻ കടലാകുന്നു, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഈ 2 പുസ്തകങ്ങളുടെ പിറവിക്ക് പിന്നിലുള്ള ആളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. യെസ്, യുവവാണിയിലേക്ക് സ്വാഗതം. നിമ്നയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു റെക്കഗ്നീഷൻ ആളുകളിലേക്ക് നിമ്ന വിജയ് എന്നൊരു പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിമ്ന നടത്തിയൊരു ജേർണി ഉണ്ടല്ലോ, അതിനെ കുറിച്ച് തന്നെയാവും നമുക്ക് ആദ്യത്തെ ഒരു ടോക്ക്. ആദ്യം തന്നെ ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാന്നുള്ളത്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആകാശവാണിയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ എന്നെക്കാളും ഒരു ഹാപ്പിനെസ് തോന്നുന്ന ഒരാൾ എൻ്റെ അമ്മയായിരിക്കും. കാരണം ഞാൻ ചെറുപ്പം മുതൽ ആകാശവാണി കേട്ട് വളർന്നിട്ടുള്ളൊരു കുട്ടിയാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു 4ാം ക്ലാസ് വരെ ഞങ്ങളുടെ വീട്ടിൽ TV ഉണ്ടായിരുന്നില്ല. അപ്പോൾ റേഡിയോയിലാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കേൾക്കുക. അപ്പോൾ എനിക്കൊന്ന് ഈ അടുത്ത് നമ്മുടെ പ്രാദേശിക വാർത്തകൾ ചെയ്യുന്ന ഹക്കീം കൂട്ടായി ആള് റിട്ടയർഡ് ആയ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആകാശവാണിയിൽ ഓരോ കുട്ടികളും ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അമ്മ ചോദിക്കും, നിനക്ക് ഇവിടെ പോയിട്ട് വല്ലതും ചെയ്തുകൂടെ, എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ കലോത്സവത്തിൽ പാടാൻ അറിയണം, അല്ലെങ്കിൽ നാടകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അറിയണം. അപ്പോൾ എനിക്കങ്ങനെ വലിയ കഴിവുകളൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ നിമ്ന എന്നുള്ള ആകാശവാണിയിൽ നിന്ന് ഇരിക്കുന്ന രീതിയിൽ നിമ്ന എങ്ങനെ നിമ്നെ മോൾഡാക്കി എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ആഗ്രഹമായിരുന്നു. ചില സ്വപ്നങ്ങളാണല്ലോ നമുക്ക്. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹം, അമ്മ ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ, ഇങ്ങനെ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്നൂടെ. ഞാൻ ഇങ്ങനെ ചെയ്യണമല്ലോ, പക്ഷെ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്കങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു മേഖലയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. എഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനായിട്ട് ചൂസ് ചെയ്ത് ഞാനൊരു എഴുത്തുകാരി ആവണം എന്ന് പറഞ്ഞിട്ട് എഴുത്തുകാരി ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാനത് എൻ്റെ ഫസ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നനയുവാൻ ഞാൻ കടലാകുന്നു എന്നുള്ള ബുക്കിൽ എങ്ങനെ എഴുത്തിലോട്ട് വന്നു എന്നുള്ളൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു സാറുണ്ടായിരുന്നു, പ്രേമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെ കൊണ്ടും ഒരു ബുക്ക് എഴുതിക്കുകയാണ്. അപ്പൊ എനിക്കും ഇതേപോലെ ഒരു ബുക്ക് എഴുതണം. ആ ബുക്ക് എഴുതുന്നതിന് പിന്നിലും ഒരു ദുരുദ്ദേശമുണ്ട്. ബിക്കോസ് എൻ്റെ അച്ഛൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പൊ അച്ഛൻ്റെ ഫോട്ടോസ് ഇങ്ങനെ പേപ്പറിൽ ഒരുപാട് വരുമ്പോൾ അച്ഛൻ പറയും, എന്തെങ്കിലും നിന്റെ ഫോട്ടോ ഇതുപോലെ പേപ്പറിൽ വരണം കേട്ടോ എന്ന് പറയും. അപ്പൊ അതെങ്ങനെയാണ് പേപ്പറിൽ ഫോട്ടോ വരിക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഗോൾ. ആ സമയത്താണ് ഈ സ്കൂളിൽ ബുക്ക് എഴുതിയ കുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നിട്ട് ന്യൂസ് ആവുന്നത് കാണുന്നത്. അപ്പൊ പേപ്പറിൽ ഫോട്ടോ വരണമെങ്കിൽ ബുക്ക് എഴുതണം, ഇതായിരുന്നു ആ ഫസ്റ്റ് ഒരു എയിം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറിന്റെ കണ്ണിൽ ഒന്ന് പൊടിയിടാൻ വേണ്ടിയിട്ട് ചെറിയ കവിതകളൊക്കെ ആയിട്ട് പുസ്തകങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അങ്ങനെ പോയ സമയത്ത് അന്ന് സാറ് അവിടുന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ സാറിന്റെ ബുക്ക് നോക്കാതെ സാർ ഇറങ്ങി പോവാണ്. അപ്പൊ അന്നൊരു 4ാം ക്ലാസ്സുകാരിയുടെ മനസ്സ് കയറിക്കൂടി ഒരു ആഗ്രഹമാണ് ഒരു പുസ്തകം എഴുതണം എന്നുള്ളത്. അത് എഴുത്തുകാരി എന്നുള്ള സാധനം ഒന്നുമില്ല മൈൻഡിൽ, ഒരു ബുക്ക് എഴുതണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലൈഫാണ്, പ്രാരാബ്ദങ്ങളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ആയിട്ട് പോവില്ല. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നങ്ങളൊന്നും ഇപ്പം നമുക്ക് കിട്ടുന്ന അറിയില്ല. അപ്പൊ എൻ്റെ വരുന്നൊരു ബുക്കിൽ തന്നെ ഞാൻ എഴുതുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഞാനല്ല ഇന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ഞാൻ സ്വപ്നം കണ്ട ആളൊന്നും അല്ല. അപ്പൊ ഞാൻ സ്വപ്നം കണ്ട ആളല്ലാതെയാണ് ഞാൻ പിന്നെ മൊത്തം ജീവിച്ചിട്ടുള്ളത്, വേറെ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കൊറോണ സമയത്ത് എൻ്റെ ജോലി പോയപ്പോൾ അടുത്തത് എന്ത് ചെയ്യാം എന്നൊരു ഐഡിയ ഇല്ലാതെ ഒരു 3 മാസം എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. ആ സമയത്ത് പണ്ടത്തെ ഒരു സ്വപ്നം പൊടിതട്ടി എടുത്തിട്ട് ഞാൻ എഴുതിയ ബുക്കാണ് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ പിന്നെയും ജോലി പോയപ്പോൾ ശരി എന്നാ ബുക്ക് എഴുതാമെന്ന് പറഞ്ഞ് എഴുതിയ അടുത്ത ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പം ഞാൻ എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുടെ മനസ്സിലോട്ട് നിമ്ന വിജയ് എന്നുള്ള ഒരു പേര് വരാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള സ്വപ്നങ്ങൾക്ക് പിറകെ ഹാർഡ് വർക്ക് ചെയ്യുക, അതിൻ്റെ പിറകെ പോവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇപ്പം നിമ്ന പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സെപ്ഷണൽ കഴിവുകളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ ഇൻട്രസ്റ്റോ ഒന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ അച്ഛനോടുള്ളൊരു വാശിപ്പുറത്ത് എന്ന് പറയാം അല്ലെ, വാശിപ്പുറത്ത് എഴുതി തുടങ്ങി. ഇപ്പൊ നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനിയും വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരി എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇതിന്.
നിമ്ന വരുന്നൊരു ജീവിത സാഹചര്യം വീട്ടിലാണെങ്കിലും അച്ഛൻ ഫുട്ബോൾ ആണെന്ന് പറഞ്ഞു, എഴുത്തുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണെന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പല ഒബ്സ്റ്റക്കിൾസും ഉണ്ടാവും, നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ തടസ്സങ്ങൾ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഉണ്ടായിട്ടുള്ളൂ, അതെന്നെ ഇപ്പോഴും ഉള്ളൂ. ത്രൂ ഔട്ട് അത് എങ്ങനെ തന്നെയാണ്. കാരണം ഞാനിപ്പോ ഇത്രയും കാലം പക്ഷെ അതെന്നെ ഒരുപാട് ബോധർ ചെയ്തിട്ടുണ്ടായില്ല. കാരണം നമുക്കൊരു സ്വപ്നമുണ്ട്, നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നനയുമ്പോൾ ഞാൻ കടലായ സമയത്ത് ഇത് എങ്ങനെ പബ്ലിഷ് ചെയ്യണം, അതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അറിയുന്ന, ഞാൻ തൃശ്ശൂർ ജേർണലിസം ആണ് പഠിച്ചത്. അപ്പൊ അവിടെ ഒരു ചേട്ടനെ എനിക്ക് അറിയാം, സോബിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചേട്ടനോട് ഞാൻ പറഞ്ഞു, അവർക്ക് ഒറ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻ ഉണ്ട്, എനിക്കിങ്ങനെ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയൊരു പൈസ തന്നു കഴിഞ്ഞാൽ ഒരു 200 കോപ്പി നമ്മൾ അടിക്കാം, എന്നിട്ട് കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ എഡിറ്റിംഗ് ഒക്കെ അവർ തന്നെയാണ് ചെയ്തത്. കവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ക്യാമറമാനെ വിളിച്ചോണ്ട് കൊണ്ടുപോയിട്ട് കവർ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് അവരൊരു 200 കെട്ട് അയക്കുന്നത് ഒരു മഴക്കാലത്താണ്. അപ്പം ഞാൻ ഈ KSRTCന്ന് ഒറ്റയ്ക്കാണ് ഞാൻ ബൈക്കിൽ പോയിട്ട് ആ ബുക്കിന്റെ കെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ സ്കൂട്ടിയുടെ അവിടെ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പൊതിഞ്ഞ് എൻ്റെ ആദ്യത്തെ ബുക്ക് 200 കോപ്പിയായിട്ട് വീട്ടിലോട്ട് ഞാൻ നനഞ്ഞൊട്ടിയാണ് പോണത്. അത് കഴിഞ്ഞ് ഈ അടുത്ത് നമ്മുടെ പബ്ലിക്കേഷൻ ഹൗസിലോട്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് 10,000 കോപ്പികൾ പുറത്തുനിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ റിസീവ് ചെയ്യാനിരിക്കുമ്പോഴുള്ള ആ ഒരു ജേർണി, ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, കുറെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായിരുന്നു. നമ്മൾ സെക്കൻഡ് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത സമയത്ത് ഇതൊക്കെ ആര് വായിക്കാനാ, ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്ത സമയം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ ബുക്ക് ഇവിടുത്തെ കോഴിക്കോട് കടകളിൽ കൊണ്ടുപോയിട്ട് ബുക്ക് സ്റ്റാളിൽ ഈ ബുക്ക്, ഇപ്പൊ നിമ്നാവിജയ് ഒരു ബുക്ക് എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് വായിക്കാൻ ആരും വരില്ല, ബിക്കോസ് നമ്മൾ ആ നെയിം അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അപ്പൊ നമ്മുടെ ഒരു ബുക്ക് വായനക്കാർ വായിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അത് റീഡേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് ബുക്കുമായിട്ട് അത്ര റിലേറ്റഡ് അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കടകളിലാണല്ലോ ബുക്ക് കിട്ടുന്നത്, അപ്പൊ കടകളിൽ പോയിട്ട് എന്റെ ബുക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ കടകളിലും കയറിയിട്ട് ഈ ബുക്ക് ഇവിടെ വെക്കുക. അപ്പൊ ഇത് ഏത് ഓവറിന്റെ ബുക്ക്, അപ്പൊ ഞാൻ എഴുതിയ ബുക്ക്. അപ്പൊ അവർ പറഞ്ഞു അതിന്റെ ഒരു സിസ്റ്റം ഇങ്ങനെയല്ല, ആൾക്കാർ അതെ. അപ്പൊ ആൾക്കാർ അന്വേഷിച്ചു വന്നൊരു ബുക്കിന് എൻക്വയറി ഉള്ള ഒരു ബുക്ക് മാത്രമേ നമ്മളിവിടെ വയ്ക്കൂ എന്ന് പറഞ്ഞു അവര്. അപ്പൊ ഞാൻ ഓക്കെ ശരി. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്ന് ഒരു സ്റ്റോളിൽ നമ്മുടെ ബുക്ക് വെച്ചില്ല അവര്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ വെറുതെ പറഞ്ഞു, ഇന്നൊരു സ്റ്റോളിൽ ഇവര് ബുക്ക് വെച്ചില്ല, നോക്കിക്ക് ഒരു ദിവസം ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എന്റെ ബുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഒരു സ്വീറ്റ് വെറുതെ പറയുവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മളൊരു മാനിഫെസ്റ്റ് ചെയ്യല്ലോ, ചുമ്മാ മാനിഫെസ്റ്റ് ചെയ്യും. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെ വിളിച്ച് ആ സ്പോട്ടിൽ തന്നെ അവിടുന്ന് ബസ് കയറാൻ തിരിച്ച് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരും എന്നുള്ളത്. ആ ഒരു ഒബ്സ്റ്റാക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. കാരണം നമ്മളൊരു പുതിയ ആളാണ്, നമ്മൾ വരുന്നു, നമുക്ക് അപ്പൊ എല്ലാവർക്കും സ്ട്രഗിൾ ആണ്. അപ്പൊ ഈ അടുത്ത് ഞാൻ ഈ കഥ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്തൊരു റൈറ്റർ വന്നിട്ട് പറഞ്ഞു, ബഷീറിന്റെ ബുക്ക് ബസ്സിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ട്, അപ്പൊ എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്, ഇത് നമ്മളെത്ര എക്സാജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നാ, പക്ഷെ അതല്ലാതെയും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു ബുക്ക് എഴുതി, ആൾക്കാരത് വായിച്ചു തുടങ്ങി, ആൾക്കാരത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, പക്ഷെ ആ ബുക്ക് വായിക്കുന്ന ആൾക്കാരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, അവരുടെ വായന നിലവാരത്തെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാനൊരു ബുക്ക് എഴുതി എന്നെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൂടാതെ അത് വായിക്കുന്ന വായനക്കാരെ കൂടി സപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഒരു ആവശ്യം കൂടി വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോകില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ. അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ഒരു ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്നും നമുക്കൊരു ഭയങ്കര ഡൗട്ട്ഫുൾ ആണ് അല്ലെ. എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ആവോ ഇല്ലയോ, ഇതിന്റെ സാമ്പത്തിക നഷ്ടങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിനോട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഴുതി തുടങ്ങുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? അതായത് വീട്ടിലോ? അങ്ങനെ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലുത് വീട്ടിലാണ്. പിന്നെ അതിന് പുറമെ ഇതിൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ ഇതിനൊക്കെ ആര് ഹെൽപ്പ് ഔട്ട് ചെയ്തു? എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ബേസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണെന്ന്. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ഒരു 16-17 വയസ്സ് മുതൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും എനിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ കേപ്പബിൾ ആയിരുന്നു. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല. എൻ്റെ ഒരു 19 വയസ്സ് മുതൽ വീട്ടിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രീതിയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് ജോലി പോയ സമയത്താണല്ലോ ഈ ബുക്ക് എഴുതുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, വീട്ടിൽ നമ്മൾ മാസം ഒരു പൈസ കൊടുക്കണം, നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടത്തണം, അതിൻ്റെ ഇടയ്ക്ക് ഈ ബുക്ക് കൂടെ എഴുതുന്ന സമയത്ത് ഒരു 10, 30, 40 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഞാനൊരു 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് എനിക്കെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുമല്ലോ. നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു ദിവസം അങ്ങ് പ്രഖ്യാപിച്ചു, ഞാൻ ഇനി മുതൽ ബുക്ക് എഴുതാൻ പോവാ. അപ്പോൾ 3 മാസത്തോളം ഞാൻ പറഞ്ഞല്ലോ ജോലിയില്ല. അപ്പം അമ്മ വെച്ചു വേറെ ജോലിയൊന്നും നോക്കണില്ല. ഞാൻ ജോലിയല്ലേ കിട്ടിക്കോളും, ഞാൻ ബുക്ക് എഴുതട്ടെ, ഇപ്പൊ ജോലിയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ
വീടടച്ചിട്ട് ബുക്ക് എഴുതാനിരിക്കുകയാണ്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ അവരോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളൊരു കാര്യം, അവർക്കറിയാം എൻ്റെ കയ്യിൽ ഇത്രയേ ബാലൻസ് ഉണ്ടാവുള്ളൂ എന്നറിഞ്ഞിട്ട് പോലും ഞാൻ അങ്ങനെ ബുക്ക് എഴുതാമെന്ന് പറഞ്ഞ് ഞാനൊരു 1-2 മാസം ബ്രേക്ക് എടുത്തപ്പോൾ എൻ്റെ ചോദ്യങ്ങളെ അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ബിക്കോസ് അവർക്ക് അറിയാം ഞാൻ എപ്പോഴും എൻ്റെ ബാക്കപ്പ് എന്തെങ്കിലും കണ്ടുപിടിക്കും, ഞാൻ എങ്ങനെയെങ്കിലും പ്ലാൻ ബി ഉണ്ടാവും എന്നുള്ളതിൽ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബുക്ക് എഴുതാൻ പോവാണ് എന്നല്ലാതെ പിന്നെ എനിക്ക് ആ സമയത്ത് ഇത് ഹിറ്റാക്കണമെന്നോ അല്ലെങ്കിൽ ഇതിന് ഒരുപാട് വായനക്കാരുണ്ടാവണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഒരു ആഗ്രഹം ഒരു ബുക്ക് എഴുതണം. ആ ബുക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ എൻ്റെ ഫസ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കാര്യം, ഒരു കുട്ടീനെ നമ്മളൊരു 9 മാസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയം പോലെ തന്നെയാണ് ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമ്മുടെ ഫസ്റ്റ് ബേബി പോലെ തന്നെയാണ് അത്. ആ ഒരു മൊമെന്റ് മതിയായിരുന്നു എനിക്ക്. അതിനപ്പുറം ഇത് പിന്നെ അത് സെക്കൻഡറി ആണ്. ആൾക്കാരെ കൊണ്ട് വായിക്കണം, നല്ല ഒപ്പീനിയൻ കേൾക്കണം. പക്ഷേ ബുക്ക് വാങ്ങി അറിയുവാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 5000-6000 കോപ്പി സ്വന്തമായിട്ട് വിറ്റിട്ടുണ്ട്. എൻ്റെ അച്ഛനാണ് ബുക്ക് പാക്ക് ചെയ്യുക, ഇൻസ്റ്റയിൽ ഞാൻ തന്നെയാണ് ഓർഡർ എടുക്കുക, ഞാൻ തന്നെയാണ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അത് സെല് ചെയ്യുക. അപ്പോൾ പോസ്റ്റ്മാൻ്റെ വിചാരം ഞാൻ വേറെ ഏതോ ബുക്കൊക്കെ കൊണ്ടുപോയി വിൽക്കണമെന്നാണ്. അപ്പോൾ ആൾ ചോദിച്ചു ഇതൊക്കെ ഏതാ ബുക്ക്, നിങ്ങളുടെ കമ്പനി ഏതാ? അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ എഴുതിയ ബുക്കാണ് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിറ്റിട്ടുള്ളത്. അപ്പം എനിക്ക് അങ്ങനെ നമ്മളൊരു വലിയൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ അപ്പോഴേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഇതെല്ലാം പെട്ടിക്കിറക്കി ഞാൻ പോയി ഞാൻ ജോലി ചെയ്തു. ആ ഒരു രീതിയിലാണ്. അപ്പം എനിക്ക് എല്ലാത്തിനും എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനെന്നല്ല, ഒരുവിധം ഡ്രീംസിന് പിറകെ പോകുന്ന എല്ലാ ആളുകൾക്കും എപ്പോഴും ഒരു ബാക്കപ്പ് ആയിട്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇപ്പം എല്ലാവരും പറയുമല്ലോ സ്വന്തം ഡ്രീംസിന് പിറകെ പോകണം, സ്വപ്നങ്ങളാണ് വലുത്. പക്ഷെ എന്നെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു കുട്ടീനെ സംബന്ധിച്ച് എല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ വീട്ടിൽ അരി വേവുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ, ലോൺ അടയ്ക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കറക്റ്റ് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് സ്വപ്നങ്ങൾ എന്നും എനിക്ക് അങ്ങനെ വരാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എൻ്റെ സ്വപ്നങ്ങൾ നേടാൻ എനിക്ക് ഹെൽപ്പ് ആയിട്ടുള്ളത്. ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞല്ലോ രണ്ടാമത്തെ ബുക്കിന്റെ പബ്ലിസിറ്റി, അതായത് നമ്മളിപ്പം ഏതൊരാളോട് ചോദിക്കും നിമ്ന വിജയ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ആദ്യത്തെ ബുക്കിന്റെ പേരല്ല, എല്ലാവർക്കും ക്ലിക്ക് ആയിട്ടുള്ളത് ഈ രണ്ടാമത്തെ ബുക്കാണ്. അതിന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് നിമ്ന യൂസ് ചെയ്തിട്ടുള്ളതും. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ ഈ ബുക്കിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബുക്ക് ഞാൻ തന്നെ കയ്യിൽ പിടിച്ചിട്ട് വിറ്റ് നടന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇൻസ്റ്റ ഉള്ളത് കൊണ്ട് ആ ജേർണി കുറച്ച് ഈസിയായി. പക്ഷെ ഇൻസ്റ്റ ഇല്ലായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കായിരുന്നു പാരലായിട്ട്. കാരണം ഞാൻ എന്നല്ല എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള അവൈലബിലിറ്റി നഷ്ടമായി കഴിഞ്ഞാൽ അടുത്തത് എന്തെന്ന് പറഞ്ഞ് നമ്മളത് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റ ഇല്ലെങ്കിലും എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു സാധ്യത ഇല്ലെങ്കിൽ ഓക്കെ അത് അടഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഞാൻ എന്നെ കാണുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തിയേനെ അത് ഹിറ്റാക്കാന്നുള്ളതാണ്. ഹിറ്റാക്കാന്നല്ല, എന്നാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തിയേനെ എന്നാ തോന്നുന്നത്. ഇപ്പൊ എല്ലാരും പറയുന്നത് കേൾക്കാറുണ്ട് യുവതലമുറ അക്ഷര വിരോധികളാണ്, അല്ലെങ്കിൽ വായന ഒട്ടും തന്നെ ഇല്ലാത്ത ആൾക്കാരാണ്. നിമ്നയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മുടെയൊക്കെ അച്ഛനമ്മ ജനറേഷൻ എന്ന് പറയുന്നത് അവർ ഒത്തിരി വായിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ 80-കളിലെ 70-കളിലെ ആൾക്കാർ വായന മാത്രമായിരുന്നു അവരുടെ സമ്പത്ത് എന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കൊന്ന് വായന അവരുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ബിക്കോസ് അത്രയും ലൈബ്രറികൾ ഉണ്ടായിരുന്നു, TV ഇല്ല, വേറെ രീതിയിലുള്ള സോഷ്യൽ എൻഗേജ് ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ചെങ്ങമ്പുഴയുടെ ബുക്കൊക്കെ എൻ്റെയൊക്കെ ഫാമിലിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ആ ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഒരാൾ വായിച്ച് അടുത്ത ബുക്ക് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാനൊക്കെ ഫസ്റ്റ് വായിച്ചു തുടങ്ങുന്ന ബുക്ക് ബാലരമയും ബാലഭൂമിയും ഒന്നുമല്ല, ഞാൻ വായിക്കുന്ന മംഗളവും മനോരമയ്ക്കാണ്. കാരണം എൻ്റെ വീട്ടിൽ വീക്ക്ലി അമ്മ അത് വരുത്തിക്കായിരുന്നു. അപ്പം അമ്മ കാണാതെ ഒളിച്ചൊക്കെയാണ് അത് വായിക്കുക. കാരണം അതിലേക്ക് കിനാവും കണ്ണീരെന്ന് പറഞ്ഞ കുറെ നമ്മള് കുട്ടികൾക്കില്ലാത്ത വായിക്കാൻ പാടില്ലാത്ത കുറെ പങ്ക്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം. ഇപ്പൊ നമുക്ക് ഫോണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായ പോലെ ആ കാലത്ത് ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്ത് വായിക്കുക അല്ലെങ്കിൽ ബുക്ക് വരുത്തി വായിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ജനറേഷനിലോട്ട് വന്നപ്പോൾ അത് മാറിയിട്ട് വായന കുറെ സോഷ്യലായി, ഐ മീൻ ഓൺലൈനായിട്ടും അതേപോലെ കിൻഡിൽ പോലുള്ള മാധ്യമങ്ങളിൽ വെച്ചിട്ട് അവർ വായിക്കുന്നുണ്ട്. അപ്പം വായന എവിടെയും പോയിട്ടില്ല, വായന എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മോഡ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന് ഒരു കുട്ടി ചോദിച്ചൊരു കാര്യം, നമ്മളൊരു ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി അത് ഓപ്പൺ ചെയ്ത് അതിന്റെ ഒരു ഫ്രഷ് ഫീല് സ്മെൽ ചെയ്തിട്ട് അത് വായിക്കുന്നതല്ലേ വായനാണ്. ഞാൻ പറയുമ്പോൾ ഞാനത് ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കത് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ലാതെ ഈ കിൻഡിൽ പോലുള്ള ആപ്പുകൾ
ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഡെയിലി ഒരു 2-3 ബുക്ക് വായിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും നമ്മൾ പിന്തുടർന്നു പോരുന്ന ഒരു രീതിയുണ്ട്, അതേ രീതിയിൽ ആളുകൾ വായിച്ചാൽ മാത്രമേ അത് വായനയായിട്ട് കണക്കാക്കൂ എന്നുള്ള രീതിയിലാണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മലയാളം ബുക്ക് വായിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറിയല്ലോ. നമ്മുടെ സ്കൂളിൽ തന്നെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ മേടിക്കുന്ന, ഫൈൻ മേടിക്കുന്ന ഒരു നാട്ടില് കുട്ടികൾ മലയാളം വായിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്റെ ഫാമിലിയിൽ തന്നെ എന്റെ ആന്റിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവന് മലയാളം അറിയില്ല, അപ്പം മലയാളം വായിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുട്ടീനെ ചേർത്തിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, വീട്ടിൽ ഇംഗ്ലീഷ് പറയണത് നിങ്ങൾ പറയുന്നു, സ്കൂളിൽ ഇംഗ്ലീഷ് പറയണത്, പിന്നെ എങ്ങനെയാണ് കുട്ടി മലയാളം വായിക്കുന്നത്? മലയാളം അറിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയതുകൊണ്ട് തന്നെ കുട്ടികൾ മലയാളം ബുക്ക് പിക്ക് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അത്രയ്ക്കും മലയാളം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ വരുന്ന സമയത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ബുക്കൊക്കെ ഇറങ്ങിയ സമയത്ത് അത് സിമ്പിൾ ആയതുകൊണ്ട് അവർ ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ അവർക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന രീതി ആയതുകൊണ്ട് ഇപ്പൊ കുട്ടികൾ ഒരുപാട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ നിമ്നയ്ക്ക് തോന്നിയിട്ടുണ്ടോ, അതായത് ഈ ഒരു വായന എന്ന് പറയുന്നതിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെ നിമ്നയ്ക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു കൺസെപ്റ്റ് തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്ന് വിട്ടുപോയ ആൾക്കാരെ എന്നതിനേക്കാളും കൂടുതൽ എന്താണ് വായന എന്നറിയാം, മലയാളം ബുക്ക് എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വായിക്കാന്ന് അറിയാത്ത ഒരുപാട് പേരെ ഇതാണ് ഇങ്ങനെയും പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വായനയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരുവനന്തപുരത്ത് പാളയം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ പോയ സമയത്ത് അവർക്ക് അറിയില്ല ഇതിപ്പോ ഞാൻ എഴുതിയ ബുക്കാണെന്നും അറിയില്ല. അപ്പൊ ഞാനും അഖിൽ പി ധർമ്മജൻ, രാംകോ ആനന്ദ്, നമ്മൾ രണ്ടുപേരോട് പോയിട്ട് അപ്പൊ ഞാൻ വെറുതെ അവന് ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചേട്ടാ രാംകോ ആനന്ദ് ബുക്ക് ഉണ്ടോ? ഓ നിങ്ങൾ അതിന് വന്നാണോ? ഇപ്പൊ ഇവിടെ ഈ 2 ബുക്ക് ചോദിച്ച് എന്നെ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ബുക്ക് ഇവരെന്നെ കൊടുക്കുകയാണ് അവര്. അപ്പൊ അപ്പുറത്തെ ഷോപ്പിലിരുന്ന ഒരു കുട്ടി പറഞ്ഞു, ചേട്ടാ ഇത് എഴുതിയ 2 പിള്ളേരാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആണോ ഞങ്ങൾക്ക്. അപ്പൊ അവർ ഞങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികൾ, കോളേജ് കുട്ടികൾ വരുന്ന ഒരു ഏരിയ ആണ്, ഇഷ്ടം പോലെ ബുക്കുകൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ മലയാളം ബുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ വിറ്റിട്ടില്ല എന്നാ പറയുന്നത്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്, അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷാണ്. അപ്പൊ നിങ്ങളുടെ ബുക്ക് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടായിരിക്കും ആദ്യമായിട്ടാണ് തലസ്ഥാനത്ത് ഇത്രയും വലിയൊരു ബുക്ക് മാർക്കറ്റ് ഉണ്ടായിട്ട് നമ്മൾ മലയാളം പുസ്തകങ്ങൾ ഇത്രമേൽ സെല്ല് ചെയ്യുന്ന ഒരു ടൈം ഇപ്പോഴാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ അതിൽ നിന്ന് അപ്പോൾ എന്താണ് ഈ പുസ്തകങ്ങളിൽ എന്താണെന്ന് അറിയാത്ത ആളുകളെ അവർ ഇത് വായിച്ചു തുടങ്ങിയിട്ട് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ലിറ്ററേച്ചർ വരുന്ന ബുക്കുകൾ ഓപ്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ വായന മുറിഞ്ഞവരെ കൊണ്ടുവരുന്നതിനേക്കാളും വായനയെ ഇല്ലാതിരുന്ന ആൾക്കാരുടെ കയ്യിലൊരു ബുക്ക് കൊടുക്കാൻ ഈ പുസ്തകങ്ങൾ കാരണമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പുതിയ കാലത്തെ ജനപ്രിയമായ എഴുത്തുകൾക്കും കൃതികൾക്കും ഗൗരവമായ ഒരു വായന ആവശ്യപ്പെടുന്ന തരത്തിലാണ് എല്ലാവരും പറയുന്നത്. കാരണം ലിറ്ററേച്ചർ, മലയാളം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാണ് നമുക്ക് തന്നെ അറിയില്ല എവിടുന്ന് തുടങ്ങണം എവിടെ നിർത്തണം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല കുട്ടികളോടും അക്ഷരമാല ഒന്ന് പറയൂ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ചിലപ്പോൾ വേറെ എന്തോ ആയിരിക്കാം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിമ്ന പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിസ്റ്റം മാറിയിരിക്കുകയാണ്. ആൾക്കാർ ഇതിലേക്ക് എത്തിപ്പെടുന്നത് നിമ്നയായിട്ട് അല്ലെങ്കിൽ നിമ്ന യൂസ് ചെയ്തിരിക്കുന്ന വേ ഓഫ് ലാംഗ്വേജ് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ആണ്. നമുക്കൊരു നോർമൽ ഒരു കോൺവെർസേഷൻ പോലെയാണ് നിമ്നയുടെ ബുക്ക്. പ്രത്യേകിച്ച് അങ്ങനെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കി തപ്പിപ്പിടിച്ച് മീനിങ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു വാക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളെ ഡേ ടു ഡേ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയുള്ള തലമുറ, ഇപ്പം അല്ലെങ്കിൽ ഒരു 90s കിഡ്സ് മുതൽ, 90s കിഡ്സ് എന്ന് പറയാവോന്ന് എനിക്കറിയില്ല, സ്റ്റിൽ 90s കിഡ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള ആൾക്കാർക്ക് താല്പര്യം ഇങ്ങനെയുള്ള ബുക്കുകളായിരിക്കും. ഇപ്പം ഇംഗ്ലീഷ് സ്റ്റോറീസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സുധാമൂർത്തിയുടെ കഥകൾ എല്ലാവരും വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ്. അത് പ്രായഭേദമന്യാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. കൊച്ചു പിള്ളേർ മുതൽ എനിക്ക് തോന്നുന്നു വളരെ പ്രായം ചെന്ന ആൾക്കാർ പോലും വായിക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. കളക്ഷൻ ഓഫ് ബുക്സ് ആണ് ചിലരുടെ കയ്യിലുള്ളത്. സുധാമൂർത്തിന്റെ ഫസ്റ്റ് സീരീസ് മുതൽ ലേറ്റസ്റ്റ് വരെ ഒരു ലൈബ്രറി പോലെ കൊണ്ട് നടക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. നിമ്നയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലത്തേക്ക്, ഇനി വരുന്ന കാലത്തേക്ക് നമ്മളെ MTയെയും ബഷീറിനെയും മാധവിക്കുട്ടിയെയും പോലെയുള്ള ആൾക്കാരുടെ കൃതികളെക്കാൾ ഇങ്ങനെ കോമൺ ആയിട്ട് ലാംഗ്വേജ്, അതായത് അവർക്ക് മനസ്സിലാവുന്ന, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എല്ലാത്തരം ബുക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബുക്ക് ഇഷ്ടപ്പെടാത്ത യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് കൂടുതൽ ഇഷ്ടം മാധവിക്കുട്ടീനെയും അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് ലിറ്ററേച്ചർ എഴുതുന്ന ആളുകളെ വായിക്കാനാണ് അവർക്ക് ഇഷ്ടം. അത് ഓരോരുത്തരുടെ തിരഞ്ഞെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാ ആളുകൾക്കും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം പഴയ കാലത്തും MTയും ബഷീറും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലത്തും കുറച്ചുകൂടി സിമ്പിളായിട്ട് റൊമാൻറ്റിക്
ബുക്സ് എഴുതിയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, റീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ജനറേഷൻ ഇത് മാത്രമേ വായിക്കൂ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ബുക്ക് വായിച്ച ശേഷം ഇപ്പോൾ ഈ അടുത്തൊരു കുട്ടി ആത്രേകം വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കണ്ടേ, എന്നിട്ട് അവളുടെ സജഷനിലാണ് ഞാൻ ആത്രേകം വായിക്കണത്. അപ്പോൾ ആളുകളുടെ വായന എന്ന് വെച്ചാൽ എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ബുക്ക് വായിക്കുന്ന ആളുകൾ എൻ്റെ ബുക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. പക്ഷെ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇത് മാത്രമേ വായന എന്ന് പറഞ്ഞിട്ട് അതിനെ ടാഗ് ലൈൻ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാതരം ബുക്കുകളും വേണം. ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം എന്നുള്ളൊരു കാര്യം. യുവവാണിയിൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നിംന വിജയുമായി ഐശ്വര്യ കെ സതീഷ് നടത്തിയ അഭിമുഖമാണ്. ഈ അഭിമുഖത്തിന്റെ 2ാം ഭാഗം അടുത്ത യുവവാണിയിൽ ആസ്വദിക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിടാം. യുവവാണി സമാപിക്കുന്നു.